നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ പ്രധാന കണ്ണി കസ്റ്റഡിയിൽ. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച പൂർവ്വ വിദ്യാർത്ഥി ആഷിഖാണ് പോലീസ് കസ്റ്റഡിയിലായത്. ഇന്ന് പുലർച്ചെയോടെയാണ് ആഷിഖിന് കസ്റ്റഡിയിലെടുത്തത്. കോളേജിലെ സെം ഔട്ടായ വിദ്യാർത്ഥിയാണ് ആഷിഖ്. ഇയാൾ നിരന്തരം കോളേജ് ഹോസ്റ്റലിൽ എത്താറുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. കേസിൽ പിടിയിലായ ആകാശിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആഷിഖാണ് കഞ്ചാവ് കൈമാറിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചത്. പിന്നാലെ ആഷിഖിനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. വ്യാഴാഴ്ച 8 മണിയോടെ ആഷിഖ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകി. ആഷിഖ് മുൻപും കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കും. ഡാൻസാഫും കളമശ്ശേരി പോലീസും ചേർന്നാണ് ആഷിഖിനെ കസ്റ്റഡിയിലെടുത്തത്. മുംബൈ നഗരത്തിലെ ഹോട്ടൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പെൺവാണിഭ സംഘം പിടിയിൽ. മുംബൈ പവായിലെ ഹോട്ടലിൽ നിന്നാണ് പെൺവാണിഭ സംഘത്തെ പിടികൂടിയത്. സംഘത്തിന്റെ കെണിയിൽ കുടുങ്ങിയ 4 നടിമാരെയും പോലീസ് മോചിപ്പിച്ചു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയത്. സംഘത്തിലെ പ്രധാനിയായ ശ്യാം സുന്ദർ അറോറയെയും ഇയാളുടെ സഹായിയെയും പോലീസ് റെയ്ഡിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് നടിമാർ ഉൾപ്പെടെയുള്ള യുവതികളെ പെൺവാണിഭ സംഘത്തിൽ കുടുക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഹിന്ദി സീരിയലുകളിലടക്കം അഭിനയിച്ച നടിമാരെയാണ് ശ്യാം സുന്ദർ അറോറ പെൺവാണിഭ സംഘത്തിൽ ഉപയോഗിച്ചിരുന്നത് എന്നും പോലീസ് പറഞ്ഞു. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. INTUC പ്രാദേശിക നേതാവിനെതിരെ പീഡന ശ്രമക്കേസ്. INTUC നാദാപുരം റീജിയണൽ പ്രസിഡന്റ് KTK അശോകനെതിരെയാണ് പരാതി. പരാതിക്കാരിയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട പലതവണയായി KTK അശോകൻ 6,70,000 രൂപ വാങ്ങിയിരുന്നു. ഇത് ചോദിച്ച് അശോകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പീഡനശ്രമം. വീട്ടിലെത്തിയാൽ പണം നൽകാമെന്ന് പറഞ്ഞ പരാതിക്കാരിയെ അശോകൻ വിളിച്ചു വരുത്തുകയായിരുന്നു. ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് യുവതി. ജമ്മു കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെയും പ്രസ്താവനകളെയും വിമർശിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷാണ് വെള്ളിയാഴ്ച ശക്തമായ പരാമർശം നടത്തിയത്. അയൽരാജ്യത്തിന്റെ മതഭ്രാന്ത് നിറഞ്ഞ മനോഭാവം, വർഗീയതയുടെ റെക്കോർഡ് എന്നീ പരാമർശങ്ങളിലൂടെയാണ് അദ്ദേഹം തിരിച്ചടിച്ചത്. അതേസമയം കശ്മീർ പ്രദേശം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. സ്പേസ് എക്സിന്റെ ക്രൂ 10 വിക്ഷേപണം വിജയകരം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ 10 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപണം. നാസയും സ്പേസ് എക്സും ചേർന്നാണ് നേതൃത്വം നൽകിയത്. 9 മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ
കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുവാനുള്ള ദൌത്യമാണ് വിജയകരമായി വിക്ഷേപിച്ചത്. ജൂൺ 30 വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബിന്റെ ഒഴിവിലേക്ക് 6 പേരുടെ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ തുടങ്ങി. നിലവിൽ ഏറ്റവും സീനിയറായ ഡിജിപി നിതിൻ അഗർവാൾ, നിലവിൽ ഐബിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയും കേരള കേഡറിൽ രണ്ടാമനുമായ റാവാഡ ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, എഡിജിപിമാരായ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരാകും പട്ടികയിൽ വരിക. മുംബൈയിൽ ഫ്ളാറ്റിന്റെ 29ാം നിലയിൽ നിന്നും 8 വയസ്സുകാരിയായ മകളെ എറിഞ്ഞതിന് പിന്നാലെ മാതാവും ആത്മഹത്യ ചെയ്തു. പൻവേലിലെ പലാസ്പെ ഫാതായിൽ ഔറ ബിൽഡിംഗിൽ ബുധനാഴ്ച രാവിലെ 8-നാണ് സംഭവം. മൈഥിലി, ആശിഷ് ദുവ, മൈറ എന്നിവരാണ് മരിച്ചത്. സിവിൽ കോൺട്രാക്ടറായി ജോലി ചെയ്യുന്ന ആശിഷ് ദുവയാണ് ഭർത്താവ്. ഭാര്യ മനോദൌർബല്യത്തിന് ചികിത്സയിലായിരുന്നുവെന്നും കുറച്ചു ദിവസങ്ങളായി മരുന്ന് കഴിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നെന്നും ആശിഷ് ദുവ പറഞ്ഞു. ഇയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട ശേഷമാണ് യുവതി ബാൽക്കണിയിലെത്തിയതും കുഞ്ഞിനെ എറിഞ്ഞതും. ഇവർ തമ്മിൽ വഴക്കുണ്ടായോ എന്നതടക്കം അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 34ാം ദിവസത്തിൽ. സമരം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മറ്റന്നാൾ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം തുടരും എന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പന്തലിലെത്തി പിന്തുണ അറിയിച്ചിരുന്നു. അതേസമയം ഇതുവരെയും ആശാ വർക്കേഴ്സുമായി ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിട്ടില്ല. ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലെ തർക്കം ഉടൻ തീർത്ത് പ്രശ്നപരിഹാരമുണ്ടാക്കണം എന്നാണ് ആശമാരുടെ ആവശ്യം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.